2004 ഗോപുനന്ദ ജി മാർട്ട് ഫേസ് ഓഫ് ലിഫ്റ്റിംഗ്, ഫേസ് ഓഫ് ചേഞ്ചസ് എന്ന് പറഞ്ഞു, ഫേസ് ചേഞ്ചിങ് എന്നുള്ള പോലെ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ജി മാർട്ട് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു. 80കളിൽ എൻ്റെ അച്ഛനൊരു വൺ മാൻ ഷോ പോലെയാണ് ഇത് കൊണ്ട് നടന്നതെന്നുള്ളത്. അതെ, അന്ന് കാലത്തൊക്കെ നമ്മളുടെ പല മലയാളികൾക്കും പല ഫാമിലികളും പുറത്തുനിന്നൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുവരും. പ്രത്യേകിച്ച് ഞങ്ങൾ തൃശ്ശൂർക്കാരായി ഞങ്ങളുടെ ഒരു പാരമ്പര്യം എന്ന് വെച്ചാൽ തൃശ്ശൂർക്കാർക്ക് ബിസിനസ്സിൻ്റെ ഒരു മണ്ണാണ്. എല്ലാ ജില്ലകളിലും കേരളത്തിൻ്റെ എല്ലാ നാനാഭാഗം ജില്ലകളിലും ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ 54 ഷോറൂമോടുകൂടി ഗോപുനന്ദ ജി മാർട്ട് തലയെടുത്തുന്നത്. നീണ്ട 41 വർഷമായിട്ട് അന്ന് ഡീൽ ചെയ്യുന്ന കമ്പനി ഇന്നും നമ്മൾ ഡീൽ ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ 41 വർഷത്തിനിടയിൽ ഒരുപാട് ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായും ഈ ചോദ്യം വലിയൊരു ചോദ്യമാണ്. കാരണം ഒരാളും നമ്മളെപ്പോഴും അംഗീകരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു വീട്ടിലൊരു കൊച്ചുകുട്ടിയായിരിക്കും അവൻ ഡിസൈഡ് ചെയ്യും, അവനറിയാം AI ടെക്നോളജി എന്താണ്, അച്ഛൻ നമ്മോട് പറഞ്ഞു കൊടുക്കുന്നത് AI ടെക്നോളജിയിലെ മോഡൽ വാങ്ങി. എവറി 30 കിലോമീറ്ററിൽ പോകുമ്പോൾ ഒരു ഷോറൂം ഗോപുനന്ദ ജി മാർട്ട് കാണും. ഇപ്പൊ കസ്റ്റമേഴ്സ് തന്നെ കൂടുതൽ അവെയർ ആണ്. നമുക്കെല്ലാം ഗൂഗിളിൽ നോക്കിയിട്ടും ഒക്കെ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും ഷോറൂമിൽ വരുന്നത്. ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവണം. ഓണർ തന്നെ, നന്ദിലത്തിൻ്റെ ഓണർ മകൾ തന്നെ ഈ കാര്യം പറയുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഗെയിം ചേഞ്ചേഴ്സിലുള്ളത് നന്ദിലത്ത് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗോപു നന്ദിലത്ത് സാർ ആണ്. നമസ്കാരം സർ, വെൽക്കം ടു ദ ഷോ. നന്ദിലത്ത് ഒരു 41 ഇയേഴ്സ് ഓഫ് ലെഗസി ആണ് അല്ലെ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്? ഗോപുനന്ദ ജി മാർട്ട് 1983-84 കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ ചെറിയ രീതിയിൽ ബിസിനസ് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പ്രസ്ഥാനമാണ് ഗോപുനന്ദ ജി മാർട്ട്. ഇന്നത് വളർന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഗോപുനന്ദ ജി മാർട്ടിന് സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി കഴിഞ്ഞു. അതെല്ലാം നമ്മളുടെ ഞങ്ങളുടെ നല്ലവരായ കസ്റ്റമറുടെ സഹകരണവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ നിലയിലെത്താൻ സാധിച്ചത്. ബിസിനസ് പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്നായിരുന്നോ? ആക്ച്വലി ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ 8 മക്കളിൽ 7ാമതായി ജനിച്ചൊരു മകനാണ്. എൻ്റെ അച്ഛനൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അദ്ദേഹം SA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ 7ാമത്തെ മകനായിട്ട് ഞാൻ ജനിച്ച് എൻ്റെ അച്ഛനമ്മ ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, തൃശ്ശൂർ ഫാമിലിയാണ്. നന്ദിലത്ത് എന്ന് പറഞ്ഞ എൻ്റെ തറവാട്ട് പേരാണ്, എൻ്റെ അച്ഛൻ്റെ തറവാട്ട് പേരാണ് നന്ദിലത്ത്. ആ പേര് തന്നെ ഞാൻ പഠിത്തം കഴിഞ്ഞു. ആ കാലഘട്ടത്തിന് ശേഷം ഡൽഹിയിൽ പോയി ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ 83-84 കാലഘട്ടത്തിലാണ് ആദ്യമായി നന്ദിലത്ത് ഏജൻസി എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് പാരമ്പര്യം എന്ന് പറഞ്ഞ് എടുത്തു പറയാനില്ല. എൻ്റെ ബ്രദർ ഒരാൾ ഓൾറെഡി ബിസിനസ്സിലുണ്ടെങ്കിലും മറ്റത് നോക്കുകയാണെങ്കിൽ എല്ലാവരും പലരും പല ഫീൽഡിലാണ്. ബിസിനസ് പാരമ്പര്യമായിട്ട് ഞാനും എൻ്റെ ബ്രദറുമാണ് ഇതിലെത്തിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ചൊരു പ്രസ്ഥാനം അതൊന്ന് വളർന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എത്താനും, ഈ ബിസിനസ് പാരമ്പര്യം ഇല്ലാത്തൊരാൾ ബിസിനസ് പാരമ്പര്യത്തിലെത്തി അത് വലിയൊരു അച്ചീവ്മെൻറ്റിലേക്ക് കൊണ്ടുവെത്താൻ എനിക്ക് സാധിച്ചു. അത് പ്രത്യേകിച്ച് ഞാൻ സർവേസിനോട് നന്ദി പറയുന്നു. ഞാൻ അങ്ങയുടെ മകൾ ഐശ്വര്യ നന്ദിലത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു, 80കളിൽ എൻ്റെ അച്ഛനൊരു വൺ മാൻ ഷോ പോലെയാണ് ഇത് കൊണ്ട് നടന്നതെന്നുള്ളത്. അതെ. അപ്പൊ ഇപ്പൊ ബിസിനസ് പാരമ്പര്യം ഇല്ലാന്ന് പറയുമ്പോൾ ശരിക്കും ആ വൺ മാൻ ഷോ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നിരിക്കില്ലേ? തീർച്ചയായും. ബിസിനസ് പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ബിസിനസ്സിനും ഏതൊരു ജോലിയിലായാലും ശരി, ഏതൊരു ഇതിലായാലും ആ ചെയ്യുന്ന ജോലിയോടൊരു ആത്മാർത്ഥപ്പെടുത്തും. അതാണ് ആദ്യം വേണ്ടത്. ചെയ്യുന്ന ഏത് വർക്കായിക്കോട്ടെ, ഇന്ന ജോലി എന്നില്ല, ഇന്ന പ്രസ്ഥാനം എന്നില്ല, ഇന്ന വർക്ക് എന്നില്ല, ഏത് വർക്കായാലും അത് സത്യസന്ധതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഞാൻ ബിസിനസ് തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് ചെറുപ്പം മുതലും ബിസിനസ്സിനോട് വളരെ താല്പര്യമുള്ളതാണ്. പിന്നെ ഇലക്ട്രോണിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഏറ്റവും വലിയ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഇലക്ട്രോണിക് സാധനങ്ങളോട്, എൻ്റെ സിസ്റ്ററും ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പാസ്സായ ആളാണ്. അന്ന് ഡൽഹിയിൽ അവർ വർക്ക് ചെയ്യാണ്. അന്ന് കാലത്ത് ഞങ്ങൾ ഡൽഹിയിൽ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കന്ന് ലോ പവർ സ്റ്റേഷനുള്ള സ്ഥലത്ത് ഞങ്ങൾ ആൻറ്റിന, ബൂസ്റ്റർ, കേബിൾ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഡിവിഷൻ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അന്ന് സിസ്റ്ററുടെ കൂടെയൊക്കെ പോയി ഞാൻ കുറേയൊക്കെ പഠിച്ചു. അതിന് ശേഷമാണ് ഞാൻ 83-84 കാലഘട്ടത്തിൽ ഇന്ന് ലോ പവർ സ്റ്റേഷൻ കൊച്ചിയിൽ വന്നപ്പോൾ ആദ്യമായി ഞങ്ങൾ തൃശ്ശൂരിൽ സ്ഥാപനം വിട്ടു. അതാണ് നന്ദിലത്ത് ഏജൻസി എന്ന് പറഞ്ഞൊരു സ്ഥാപനം. അവിടെ നിന്നാണ് ഞങ്ങൾ വെച്ചടിയുള്ള വളർച്ച. പിന്നെ നന്ദിലത്ത് ഏജൻസി എന്ന് പറഞ്ഞ സ്ഥാപനം വളർന്ന് വീണ്ടും അത് കുറച്ച് ശാഖകളൊക്കെ ആയി. അത് ഇരിഞ്ഞാലക്കുട, വാടാനപ്പള്ളി, പട്ടാമ്പി, മണ്ണാർക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗോപുനന്ദ ജി മാർട്ടിൻ്റെ ചെറിയ ഷോറൂംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. 2004 ഗോപുനന്ദ ജി മാർട്ട് ഫേസ് ഓഫ് ലിഫ്റ്റിംഗ്, ഫേസ് ഓഫ് ചേഞ്ചസ് എന്ന് പറഞ്ഞു, ഫേസ് ചേഞ്ചിങ് എന്നുള്ള പോലെ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ജി മാർട്ട് എന്നൊരു കൺസെപ്റ്റ് തുടങ്ങി. അപ്പം ഞാൻ നിരവധി വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച വ്യക്തിയാണ്. അപ്പോൾ എനിക്കൊരു ആശയം ഉടലെടുത്തു.
എന്തുകൊണ്ട് ഗോപുനന്ദ് ജി മാർട്ടിന് അന്ന് കാലത്തൊക്കെ നമ്മളുടെ പല മലയാളികൾസും പല ഫാമിലികളും പുറത്തുനിന്നൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുവരും. അപ്പോൾ എനിക്കൊരു ആശയം തോന്നി, നമ്മുടെ ഷോറൂമിൽ എന്തുകൊണ്ട് അത് വാങ്ങിച്ചു കസ്റ്റമർക്ക് കൊടുത്തുകൂടാ. അങ്ങനെ ഒരു ആശയത്തോടു കൂടി 2004 ഗോപുനന്ദ് ജി മാർട്ട് ബിഗ് ഫോർമാറ്റ് എന്നൊരു കൺസെപ്റ്റ്, ജി മാർട്ട് എന്നുള്ളത് ഗോപുനന്ദ് ജി മാർട്ട് ഗ്ലോബൽ ഓമർപ്ലൻസ് പ്ലാസ എന്ന ഡിവിഷൻ തന്നെ തുടങ്ങി. അത് തൃശ്ശൂർ പൂങ്കുന്നത്താണ് ആദ്യത്തെ ഷോറൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ഷോറൂം വൻ വിജയമായിരുന്നു. എൻ്റെ കസ്റ്റമേഴ്സ്, തൃശ്ശൂരിലുള്ള കസ്റ്റമേഴ്സ് തന്നെ ആ സമയത്ത് തന്നെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഈ ബിസിനസ് ഇനി എല്ലാ ജില്ലകളിലും വ്യാപിക്കണമെന്ന്. അങ്ങനെയാണ് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളും. പിന്നെ ഞാൻ കോഴിക്കോട് ആരംഭിച്ചു, അതിനുശേഷം ഞാൻ കണ്ണൂർ ആരംഭിച്ചു, പിന്നെ ട്രിവാൻഡ്രം ആരംഭിച്ചു. അപ്പോൾ ഇവിടെയെല്ലാം എനിക്ക് തോന്നി നല്ലൊരു ബിസിനസ് സക്സസ് ഉണ്ട്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഞങ്ങൾ തൃശ്ശൂർക്കാരായിരിക്കും, ഞങ്ങളുടെ ഒരു പാരമ്പര്യം എന്ന് വെച്ചാൽ തൃശ്ശൂർക്കാർക്ക് ബിസിനസ്സിൻ്റെ ഒരു മണ്ണാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള എല്ലാ ഒട്ടുമിക്ക ബിസിനസ്മാനെ നമ്മൾ കേരളത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ വലിയ ഗ്രൂപ്പുകളൊക്കെ തൃശ്ശൂരിൽ നിന്ന് ഉടലെടുത്തത് മുഴുവൻ വലിയ ഗ്രൂപ്പുകൾ അല്ല തൃശ്ശൂർക്കാരായിട്ടുള്ള ആൾക്കാർ. മറ്റുള്ള ജില്ലക്കാരുണ്ടെങ്കിലും തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാരാണ് ഫേമസ് ആയിട്ടുള്ളത്. വലിയ വലിയ ബിസിനസ്സുകാരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പലരും പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് നിങ്ങൾ ആരെടുത്ത് നോക്കിയാലും ഏറ്റവും വലിയ ഗ്രൂപ്പ് വരെ എടുത്തു നോക്കിയാലും തൃശ്ശൂർക്കാരായിരിക്കും. അപ്പോൾ തൃശ്ശൂർ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. പിന്നെ കസ്റ്റമർ എടുത്തായാലും എങ്ങനെയായാലും ബിസിനസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറോട് എത്രയും സത്യസന്ധമായി പുലർത്തി ബിസിനസ് ചെയ്യണോ ആ പാരമ്പര്യമുള്ള ബിസിനസ് നിലനിൽക്കും. നമ്മൾ ഒരു ദിവസത്തെ ലാഭമല്ല നമ്മൾ നോക്കേണ്ടത്, ഫ്യൂച്ചറാണ് നോക്കേണ്ടത് ഇപ്പോൾ ബിസിനസ്സിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ എന്നെ പഠിച്ചത് അന്ന് കാലത്ത് വൺ മാൻ ഷോ ആയിരുന്നു. ഞാൻ തന്നെ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ. പിന്നീടാണ് കുറേയധികം സ്ഥാപനത്തിലെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ എനിക്കത് പറയാൻ ഈസിയായി. എനിക്ക് എല്ലാ ജില്ലകളിലും കേരളത്തിൻ്റെ എല്ലാ നാനാഭാഗം ജില്ലകൾ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ 54 ഷോറൂമോടുകൂടി ഗോപുനന്ദ് ജി മാർട്ട് തലയെടുത്ത് നിൽക്കും. മാത്രമല്ല ഇന്നത്തെ സൗത്ത് ഇന്ത്യയിലെ ഒരു പേര് കേട്ടൊരു സ്ഥാപനമായി ഗോപുനന്ദ് ജി മാർട്ട്. അതെനിക്ക് വളർത്താൻ സാധിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഠിനാധ്വാനം, സത്യസന്ധമായ കാര്യങ്ങൾ, കമ്പനികളിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുക, എല്ലാ കമ്പനികളിലും നമ്മൾ നമ്പർ 1 ആവുക. കമ്പനിയും നമ്മളും ജനങ്ങളും തമ്മിലൊരു ഒരു ഡീലിംഗ് ഉണ്ട്. ഞങ്ങളൊരു മീഡിയേറ്ററാണ്. കമ്പനി പ്രൊഡക്റ്റ് വാങ്ങിക്കും, ഞങ്ങളിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു മീഡിയേറ്ററായിട്ട് നടത്തിയെങ്കിലും കമ്പനിയിലും വിശ്വാസം, ജനങ്ങളിലും വിശ്വാസം. അതാണ് ഗോപുനന്ദ് ജി മാർട്ടിൻ്റെ പ്രത്യേകത. ഈ നീണ്ട 41 വർഷമായിട്ട് അന്ന് ഡീൽ ചെയ്യുന്ന കമ്പനി ഇന്നും നമ്മൾ ഡീൽ ചെയ്യുന്നു. അന്നത്തെ തലമുറയുള്ള പല കസ്റ്റമേഴ്സും ഇന്നും നമ്മുടെ കസ്റ്റമറായി നിൽക്കുന്നു. അപ്പോൾ ജി മാർട്ടിൽ അർപ്പിച്ചൊരു വിശ്വാസമാണ്, ജനങ്ങളിൽ അർപ്പിച്ചൊരു വിശ്വാസമാണ് ജി മാർട്ട് ഇന്നും ഈ 41 വർഷമായി നിലനിൽക്കുന്നു. അത് എടുത്തു പറഞ്ഞൊരു സംഗതിയാണ്. സാർ ഇത്രയും പ്രൗഡായിട്ട് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 41 വർഷത്തിനിടയിൽ ഒരുപാട് ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഓരോ ആളുകളെ കാണുമ്പോഴും അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. ബിസിനസ്സിനെ കുറിച്ചാണെങ്കിലും ഈ ഒരു മേഖലയെ കുറിച്ച്. തീർച്ചയായും ഈ ചോദ്യം വലിയൊരു ചോദ്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരാളും നമ്മളെപ്പോഴും അഹങ്കരിക്കാൻ പാടില്ല. ഞാൻ എല്ലാം തിരഞ്ഞവനാണ്, അല്ല ഞാൻ എല്ലാം പഠിച്ചവനാണെന്നല്ല. നമ്മുടെ മരണം വരെ നമ്മൾ പഠിക്കാനുണ്ട്. A to Z വരെ നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷേ A to B C വരെ എത്തിയിട്ടുള്ളൂ. ഇനിയും എനിക്ക് പഠിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ. കാരണം വെച്ചാൽ ബിസിനസ്സിൽ ഓരോ ടെക്നോളജികൾ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല, ഞാൻ തുടങ്ങുന്ന കാലത്തൊക്കെ അന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉള്ള കാലഘട്ടമാണ്. പിന്നെ കളർ TV വന്നു, പിന്നെ അത് കഴിഞ്ഞു LED TV വന്നു, പിന്നെ LCD വന്നു, LCD TV വന്നു. ഇപ്പോൾ QLED അങ്ങനെ OLED അങ്ങനത്തെ സെക്ഷൻ വന്നു. ഇപ്പോൾ AI ടെക്നോളജി വന്നു. അപ്പോൾ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നെ ആലോചിച്ച് നോക്കൂ. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ വരുന്നുള്ളത്. പഴയ കാലത്ത് 80ലെ കാലഘട്ടത്തിലൊന്നും മൊബൈൽ ഫോണിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്ന് മൊബൈൽ ഫോണിൻ്റെ തന്നെ ഒരു ഏത് വീട്ടിലായാലും ശരി, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡ് കോഫി കുടിക്കുന്നതിന് മുമ്പ് മൊബൈൽ കാണണം. മൊബൈൽ നോക്കിയാലേ ജനങ്ങൾക്ക് ആർക്കും ഒരു ഇതാവുള്ളൂ, സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. അപ്പം മൊബൈലില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായി കഴിഞ്ഞു. അതേപോലെ തന്നെ AI ടെക്നോളജി ഇപ്പോൾ വന്നു കഴിഞ്ഞു. ബിസിനസ്സിലാണെങ്കിലും കസ്റ്റമർ എല്ലാവരും ഫ്രണ്ട്ലി ആയിരിക്കണം, ഫ്രണ്ട്ലി യൂസ് ആയിരിക്കണം കസ്റ്റമേഴ്സിന്. ടച്ച് ആൻഡ് യൂസ് എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന് എല്ലാ സാധനങ്ങളും എന്ത് പ്രൊഡക്റ്റ്, ഇപ്പോൾ AC ആയിക്കോട്ടെ, റഫ് ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ലേറ്റസ്റ്റ് മലയാളി എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ടെക്നോളജി വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരിതാണ്. കേരളത്തെ സംബന്ധിച്ച് ഈ ഇലക്ട്രോണിക് കൺസ്യൂമർ ഡ്യൂറബിൾസിൽ ഏറ്റവും ഹൈ എൻഡ് സാധനങ്ങൾ ചിലവാകുന്ന ഒരു മാർക്കറ്റാണ് കൺസ്യൂമർ ഡ്യൂറബിൾ കേരളം. കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ മലയാളികൾക്ക് ഏറ്റവും നല്ല സാധനം വേണം. ഏറ്റവും വില കൂടിയാലും പ്രശ്നമില്ല, അത് നല്ല ക്വാളിറ്റി ആയിരിക്കണം, ഏറ്റവും റിച്ച്. ഇപ്പോൾ ആപ്പിൾ മൊബൈൽ എത്രയോ കേരളത്തിൽ വിറ്റ് പോകുന്നു. അതേപോലെ LED ആണെങ്കിലും LED ആണെങ്കിലും QLED ആണെങ്കിലും അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ആണെങ്കിലും ഏറ്റവും വില കൂടിയത് കേരളത്തിൽ വിൽക്കും. കാരണം എന്ന് വെച്ചാൽ മലയാളികൾ വാങ്ങിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സാധനം വാങ്ങിക്കുകയുള്ളൂ.
അവർക്ക് ചീപ്പർ പ്രൊഡക്റ്റിൽ മലയാളീസ് ഒരിക്കലും പോകില്ല. മലയാളീസ് വെച്ചാൽ നമ്മളുടെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അവിടെ കേരളമാണ് കൺസ്യൂമർ ഡ്യൂറബിൾസിൽ വെച്ച് ഏറ്റവും നല്ലൊരു വിൽപ്പനയ്ക്കുള്ളൊരു നല്ലൊരു മാർക്കറ്റ്. കമ്പനികൾ കേരളത്തിൽ ഇറങ്ങി സക്സസ് ആയി കഴിഞ്ഞാൽ അവർ പറയും ആ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ സക്സസ് ആവും. അതാണ് എല്ലാ മാനുഫാക്ചേഴ്സും പറയും. എന്ന് വെച്ചാൽ കേരള മാർക്കറ്റ് മലയാളി എല്ലാം ടച്ച് ആൻഡ് ഫീൽഡ് നോക്കി ആ സാധനം വാങ്ങിക്കും. ചിലപ്പോൾ ആ സാധനം മോശമാണെങ്കിൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല ആ പ്രൊഡക്റ്റ്. പക്ഷെ നല്ലതാണെങ്കിലോ അത് ടക്കത് ക്ലിക്കാവും. ആ ക്ലിക്കായാലോ ഇന്ത്യ ഒട്ടുക്കും അത് ക്ലിക്കാവും. അതാണ് ആ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത. പിന്നെ ഞങ്ങളുടെ കയ്യിൽ എല്ലാ ബ്രാൻഡും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളിപ്പോൾ ലൈക്ക് LG, സാംസങ്, സോണി, വേൾപൂൾ, ഗോദ്രേജ്, അതേപോലെ തന്നെ ഡൈക്കൻ, പാനസോണിക്, വോൾട്ടാസ്, എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മൾ ഇന്ത്യ നിർമ്മിതവും വിദേശ നിർമ്മിതവും ഒട്ടനവധി മോഡലുകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതേപോലെ തന്നെ മൊബൈലാണെങ്കിൽ ആപ്പിൾ, വിവോ, സാംസങ്, ഓപ്പോ, MI, റെഡ്മി, എല്ലാ ബ്രാൻഡും. അതേപോലെ തന്നെ ലാപ്ടോപ്പ് ആണെങ്കിൽ HP, ഡെല്ല്, ഏഷ്യർ, അതേപോലെ ലിനോവോ, എല്ലാ ബ്രാൻഡും. അപ്പോൾ എല്ലാ ബ്രാൻഡും GoBoNandJio ജനങ്ങൾക്ക് വന്നാൽ, കസ്റ്റമേഴ്സ് വന്നാൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഒരു കൊച്ചു കുട്ടിക്ക് വന്ന് ഞങ്ങളുടെ പ്രൈസ് അത്രയും ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ ഡിസൈഡ് ചെയ്യുമ്പോൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാരണവരായിരിക്കും, ഏറ്റവും പ്രായം കൂടിയ ആളായിരിക്കും ഒരു പ്രൊഡക്റ്റിന് ഡിസൈഡ് ചെയ്യുക. ഇന്ന TV മതി, അല്ലെങ്കിൽ ഒരു ഇത് മതി, അത് മതി എന്ന് പറയും. ഇപ്പം അതല്ല. ഇപ്പോൾ ഒരു വീട്ടിലൊരു കൊച്ചു കുട്ടിയായിരിക്കും അവൻ ഡിസൈഡ് ചെയ്യാം. അവനറിയാം AI ടെക്നോളജി എന്താണ്. അച്ഛനും അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത് AI ടെക്നോളജിയുള്ള മോഡൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇന്ന മോഡൽ മൊബൈൽ വേണം, ഇന്ന മോഡൽ റെഫ് വേണം. അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ അച്ഛനമ്മയും അത് വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്താ കാരണം അത്രയും ടെക്നോളജി അവർക്കറിയാം. ഒരു കൊച്ചു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന കുട്ടിക്ക് ആവശ്യമുള്ളത് ഏതാ ലാപ്ടോപ്പ്, ആ ടൈപ്പ് ലാപ്ടോപ്പ്. ഒരു എഞ്ചിനീയർ ആണെങ്കിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിസൈനിലുള്ള ലാപ്ടോപ്പാണ് ആവശ്യം വേണ്ട. മീൻസ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു സ്റ്റുഡൻറ്റ്, ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ ബിസിനസ് മാൻ അതിനുള്ള ഇത് ടൈപ്പാണ് ആവശ്യം വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നത് ഞങ്ങളുടെ കടയിൽ ഷോറൂമിൽ വെച്ചിട്ട് എല്ലാ പ്രൊഡക്റ്റുകളും ടച്ച് ആൻഡ് ഫീൽഡിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. GoBoNandJio പ്രത്യേകത എന്താ വെച്ചാൽ എവറി 30 കിലോമീറ്ററിൽ പോകുമ്പോൾ ഒരു ഷോറൂം GoBoNandJio കാണും. അതാണ് ഞങ്ങൾ പുതിയതായിട്ടുള്ള ഞങ്ങളുടെ സംരംഭത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ GoBoNandJio എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഓരോ ജില്ലകളിൽ തന്നെ 5ഉം 6ഉം ഷോറൂംസ് ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ യാത്ര ചെയ്യുമ്പോൾ എവറി 30 കിലോമീറ്റർ ജിമാർട്ട് കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു സംരംഭം നമ്മൾ കൊണ്ടുവരാണ്. ഇപ്പോൾ ഈ ഓണക്കാലത്ത് തന്നെ ഞങ്ങളിപ്പോൾ ഒരു 10 ഷോറൂമുകളാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ 3 ഷോറൂം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇനി 7 ഷോറൂം ഈ ഇയർ എൻഡോട് കൂടി നമ്മളെല്ലാം ഫിനിഷാവും. അപ്പോൾ 54 ഷോറൂം മുതൽ 64 ഷോറൂമിലേക്ക് നമ്മൾ കിടക്കും. അപ്പോൾ ഇത്രയും 64 ഷോറൂം GoBoNandJio ഇത്രയും വർഷം കൊണ്ട് ദീർഘനാൾ കൊണ്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റവും എടുത്തു പറയുന്ന സംഗതിയാണ്. അത് എന്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട്, കസ്റ്റമേഴ്സ് ഇപ്പോൾ എറണാകുളത്തുള്ള കസ്റ്റമർക്ക് അല്ലെങ്കിൽ ബിറ്റ്വീൻ എറണാകുളം യാത്ര ചെയ്യുമ്പോൾ അങ്കമാലിയിലോ ചാലക്കുടിയിലോ ഓരോ ഷോറൂംസ് നമ്മളുണ്ടാവണം, ആലുവയിലും ഉണ്ടാവണം. അങ്ങനെ എവരി 30 കിലോമീറ്റർ പോകുമ്പോൾ ഒരു കസ്റ്റമേഴ്സിന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉപഭോക്താവിനെ സംബന്ധിച്ച് എറണാകുളം പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തൃശ്ശൂർ വരേണ്ട ആവശ്യമില്ല, ബിറ്റ്വീനിൽ വാങ്ങിക്കാം. അപ്പോൾ അത് മാത്രമല്ല അവർക്ക് ഈസി സർവീസും കിട്ടും. കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ ആർക്കും സാധിക്കും. ആഫ്റ്റർ സെയിൽ സർവീസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസ് കസ്റ്റമേഴ്സിന് വളരെ ഭംഗിയായി നമ്മൾ നിർവഹിക്കണം. എന്നാൽ മാത്രമേ ആ സ്ഥാപനം നിലനിൽക്കുള്ളൂ. മാത്രവുമല്ല ഏറ്റവും വില കുറവ്, ഏറ്റവും നല്ല വിൽപ്പനാന്തര സേവനം, ഏറ്റവും നല്ല സെലക്ഷൻ, വൈഡ് കളക്ഷനാണ് നമ്മളവിടെ ഉള്ളത് ജിമാർട്ടിൽ. ഏത് ഷോറൂം പോയി കഴിഞ്ഞാലും കസ്റ്റമേഴ്സിന് കാണാം വൈഡ് കളക്ഷൻ ഓഫ് റേഞ്ച് ഓഫ് റെഫ്രിജറേറ്റർ കാണാം, വൈഡ് കളക്ഷൻ ഓഫ് വാഷിംഗ് മെഷീൻ കാണാം, ഹോം അപ്ലയൻസസ് എല്ലാ പ്രൊഡക്റ്റും കാണാം, ക്രോക്കറി ആയാലും ഇഷ്ടംപോലെ പ്രൊഡക്റ്റ്. അപ്പോൾ കസ്റ്റമറുടെ പോക്കറ്റ് മണിക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് വാങ്ങിക്കും. അതാണ് ജിമാർട്ടിൻ്റെ ഫസ്റ്റ് വർക്ക്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ജിമാർട്ടിനെ കുറിച്ച് പറയുന്നത് നല്ല സ്റ്റാഫ്. ജിമാർട്ടിൻ്റെ സ്റ്റാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്റ്റാഫുകളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുക. അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത്, എൻ്റെ കൂടെ ഇപ്പോഴും 40 വർഷമായി നിൽക്കുന്ന സ്റ്റാഫുകളുണ്ട്, 30-35 വർഷമായി നിൽക്കുന്ന സ്റ്റാഫുകളുണ്ട്, 30 വർഷമായി നിൽക്കുന്ന സ്റ്റാഫ്. എന്തുകൊണ്ട് GoBoNandJio ഗ്രൂപ്പിൻ്റെ കൂടെ ഇത്രയും സ്റ്റാഫുകൾ നിൽക്കുന്നു? നമ്മൾ വളരുന്നതോടൊപ്പം സ്റ്റാഫും വളരുന്നുണ്ട്. അതാണ് നോക്കുന്നത്. നമ്മൾ GoBoNandJio വളരുന്നതോടൊപ്പം സ്റ്റാഫും അവർക്കുള്ള ഫെസിലിറ്റിയും എല്ലാ കാര്യങ്ങളും GoBo ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫ് നല്ല സ്റ്റാഫ് ആകുമ്പോൾ അത്രയും നല്ല കസ്റ്റമേഴ്സിനെ അവർ പിടിക്കാൻ നോക്കും, ഇല്ലേ? കസ്റ്റമേഴ്സ് വരുമ്പോൾ ആ കസ്റ്റമർ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും അവരുടെ ആവശ്യമുള്ള ഡീലിംഗ് കൊടുത്താൽ ആ കസ്റ്റമർ GoBoNandJio തേടി വരില്ല, ആ സ്റ്റാഫിനെ തേടി വരും. ഇന്ന ഫ്രണ്ട്, ഇന്ന ഒരു മാനേജർ അവിടെയുണ്ട്, എനിക്ക് ആ മാനേജറെ കണ്ടാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടും. അത് അവർക്കൊരു വിശ്വാസമാണ് നമ്മുടെ കസ്റ്റമർ.
എല്ലാവർക്കും എനിക്ക് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഷോറൂംസ് എല്ലാവർക്കും പലരും എന്നെ ഫോണിൽ വിളിക്കുമെങ്കിലും എൻ്റെ സ്റ്റാഫിന് നേരിട്ട് വിളിക്കുന്ന എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കൊരു വിശ്വാസമാണ്. പിന്നെ ഞങ്ങളുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കോമ്പറ്റീവ് റേറ്റ് ആയിരിക്കും മാർക്കറ്റിൽ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കസ്റ്റമേഴ്സിനും റേറ്റിൻ്റെ പ്രോബ്ലത്തിലോ അല്ലെങ്കിൽ സെലക്ഷൻ്റെ പ്രോബ്ലത്തിലോ സർവീസിൻ്റെ പ്രോബ്ലത്തിലോ പ്രശ്നം ഉണ്ടാവില്ല. അതിന് ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ പറഞ്ഞപ്പോഴാണ്, പണ്ടത്തെ കസ്റ്റമേഴ്സിനെ പോലെയല്ല ഇപ്പോഴും. പണ്ടൊക്കെ ഒരു ഔട്ട്ലെറ്റിൽ വരുമ്പോഴായിരിക്കും ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയുന്നത്. പക്ഷെ ഇപ്പോൾ കസ്റ്റമേഴ്സ് തന്നെ കൂടുതൽ അവെയർ ആണ്. നമുക്കെല്ലാം ഗൂഗിളിൽ നോക്കിയിട്ടും ഒക്കെ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും ഷോറൂമിൽ വരുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് സ്റ്റാഫിന് കൊടുക്കുന്ന ട്രെയിനിങ്ങിലും മാറ്റങ്ങൾ വരുത്തണ്ടേ? തീർച്ചയായും ഞങ്ങൾ എവരി മന്ത് ഞങ്ങളുടെ ന്യൂ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ഫുൾ ട്രെയിനിങ് ഉണ്ട്. ഇവർ കമ്പനി തന്നെ ഇതിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു വാഷിംഗ് മെഷീൻ ഇറങ്ങിയാൽ, റെഫ് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു LED ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ടെക്നോളജി ഉണ്ട് അതെല്ലാം ഞങ്ങളുടെ ഉപഭോക്താവിന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള അത്രയും നല്ല ബെസ്റ്റ് ട്രെയിനേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്കും അതിനുള്ള ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരും മറ്റുള്ള സ്റ്റാഫുകൾക്കും പറഞ്ഞു കൊടുക്കും. ഇപ്പം എല്ലാ സ്റ്റാഫിനും ഒറ്റ ടൈമിൽ ഈ 10,000-3000 പേരെ കൊണ്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മേജർ ഷോപ്പിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ മെയിൻ കമ്പനി, ഇപ്പോൾ LGയുടെ ആളാണെങ്കിൽ മെയിൻ LGയുടെ ആൾ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് വന്ന് ആ ആൾ വന്ന് ഷോപ്പിൽ നെക്സ്റ്റ് ഡേ വന്ന് വീണ്ടും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ട്രെയിനിങ് എവറി ഡേ മീറ്റിംഗ് ഞങ്ങൾക്കുണ്ട് രാവിലെ. ആ മീറ്റിംഗ് സമയത്ത് അവരെ ഒരു 10 മിനിറ്റ് നേരം ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ആ സെയിൽസ്മാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കൂടാതെ ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനുള്ള ആൾക്കാർ വന്ന് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം പ്രൊഡക്റ്റ് അവിടെ ലോഞ്ച് ആയി കഴിഞ്ഞാൽ വീണ്ടും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ഒരു ഉപഭോക്താവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മനസ്സിലായില്ല? ഇപ്പോൾ വൈഫൈ ടെക്നോളജിയുള്ള കംപ്ലീറ്റ് വാഷിംഗ് മെഷീൻ വരെ ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ വൈഫൈയിൽ തന്നെ നമുക്ക്, നമ്മളിപ്പോൾ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ തുണിയെല്ലാം ലോഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എത്ര മണിക്കാണ് നമുക്കത് ഓൺ ചെയ്യുന്നത്, എത്ര മണിക്ക് ഓഫ് ചെയ്യണം, വൈഫൈ സാങ്കേതിക വിദ്യയോടുകൂടി വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാം. AC വർക്ക് ചെയ്യാം വൈഫൈ ടെക്നോളജി. ഇപ്പോൾ നമ്മൾ വീട്ടിലില്ല, കൊച്ചുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 12 മണിയാകുമ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരും, നമുക്ക് AC 12 മണിക്ക് ഓൺ ചെയ്ത് നമ്മുടെ വൈഫൈ ടെക്നോളജി ഉപകാരം നമ്മൾ മൊബൈൽ ത്രൂ ആപ്പ് വഴി നമുക്ക് AC ഓൺ ചെയ്യാം. റെഫ്രിജറേറ്ററിൽ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇപ്പോൾ നമ്മൾ റെഫ്രിജറേറ്ററിനകത്ത് AI ടെക്നോളജി പ്രകാരം നമ്മൾ ആ റെഫ്രിജറേറ്ററിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ ഇരിക്കുന്നുണ്ട്, എന്തെല്ലാം ഇനി പർച്ചേസ് ചെയ്യണം നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ആപ്പ് വഴി നമുക്കത് കാണാം. അപ്പോൾ അത്രയും ടെക്നോളജി ആയി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നന്ദലത്തിന്റെ ഷോറൂമിൽ പോയപ്പോൾ റെഫ്രിജറേറ്ററിനകത്ത് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ല, ഞാൻ പറയുന്നത് അത് അത്രയും അഡ്വാൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ റെഫ്രിജറേറ്ററിനകത്ത്, ഈവൻ നമ്മുടെ റെഫ്രിജറേറ്ററിനകത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണെങ്കിൽ നമുക്ക് പറയും, അത് എടുത്ത് പറയും ഇന്ന സാധനം, നമ്മുടെ സാധനം ഡേറ്റ് കഴിഞ്ഞിരിക്കുന്ന ഐറ്റമാണ്, കളയേണ്ട ഐറ്റമാണ്, അല്ലെങ്കിൽ മുൻപ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ടെക്നോളജി വന്നു കഴിഞ്ഞു. ഇതെല്ലാം ഞങ്ങളുടെ ഉപഭോക്താവിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഓരോ. പക്ഷേ കസ്റ്റമറുടെ പോക്കറ്റ് മണിക്ക് അനുസരിച്ച് ഐറ്റം സെലക്ട് ചെയ്യാം. എല്ലാവർക്കും AI ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് 5,900 TV മേടിക്കണം, സാധാരണക്കാരൻ ആ TVയുടെ ടെക്നോളജി പറഞ്ഞു കൊടുക്കും. അതേ അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്ത മോഡലുണ്ട്, അത് അപ്ഗ്രേഡ് ചെയ്ത മോഡൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഉപഭോക്താവിൻ്റെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോൾ ചിലവർക്ക് ചെറിയ ഐറ്റം വേണം, ഇപ്പോൾ ചിലവർക്ക് ചെറിയൊരു എന്താ പറയുക ഒരു അപ്പച്ചട്ടി ആയിരിക്കും ആവശ്യം, അതിൻ്റെ റേറ്റ് അത്രേ ഉള്ളൂ, 150 രൂപ അല്ലെങ്കിൽ 190 രൂപ വിലയുള്ളൂ. അതേ ഐറ്റം തന്നെ നമ്മളിത് 6 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വേറെ വിൽക്കുന്നുണ്ട്, മറ്റേ ഹൈ-എൻഡ് സാധനങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ അപ്പച്ചട്ടിന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ സാധനങ്ങളും. അപ്പോൾ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാം ജിമാർട്ടിലൂടെ ഇലക്ട്രോണിക് സംബന്ധമായ സാധനങ്ങളും അതേപോലെ തന്നെ ക്രോക്കറി ഐറ്റംസും സ്മോൾ അപ്ലയൻസും പ്ലസ് മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് ആൻഡ് അക്സസറീസ് ഇതെല്ലാം ഗോപുനന്ദി ജിമാർട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നല്ലൊരു സെയിലാണ് ഞങ്ങൾക്ക് മൊബൈലിൽ നടക്കുന്നത്, ലാപ്ടോപ്പിനും നല്ലൊരു സെയിലാണ്. ഗോപുനന്ദി ജിമാർട്ട് ഇന്ന് ഈ ഓണക്കാലത്ത് ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് നടത്തുന്നത്. ഞങ്ങൾ ബെൻസ് ഓഫർ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബെൻസ് ഓഫറിലൂടെ ഞങ്ങൾ ബെൻസ് കാർ നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നു. കൂടാതെ 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു നറുക്കെടുപ്പിലൂടെ. ഇതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു 3/4 പങ്കും ഞങ്ങൾ ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നൽകുകയാണ്. കൂടാതെ 70% വരെ ഞങ്ങൾ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ജെന്യുവനായിട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് LG ആണോ, LGയുടെ ഡിസ്കൗണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഏതൊരു കൊച്ചുകുട്ടിക്കായാലും അല്ലെങ്കിൽ ഏതൊരു ആൾക്ക് വന്നാലും എന്താണ് ഡിസ്കൗണ്ട് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് അത് എഴുതി ഞങ്ങൾ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർക്കും പ്രൈസിൻ്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരില്ല. ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് നമ്മൾ കൊടുക്കും. അതാണ് ജിമാർട്ടിൻ്റെ പ്രത്യേകത. ടോപ്പ് ഡീലർ ഓഫ് ടോപ്പ് ബ്രാൻഡ്സ്, അതാണ് നന്ദല ജിമാർട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ബ്രാൻഡുകളുടെ ട്രസ്റ്റും നന്ദലത്തിൻ്റെ മേലെയാണ്, കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റും നന്ദലത്തിൻ്റെ മേലെയാണ്. ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റി അല്ലേ?
തീർച്ചയായും ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ബ്രാൻഡിനൊരു പ്രധാനം എന്തെങ്കിലും വിൽക്കുന്ന ഡീലർ നോക്കി വാങ്ങിക്കും കസ്റ്റമേഴ്സ്. കാരണം ഇപ്പോൾ എൽ ജി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എൽ ജി കമ്പനി പോയി വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ അത് വാങ്ങിക്കാൻ ആരാണ് നോക്കും? ഫസ്റ്റ് ഓഫ് ഓൾ സെലക്ട് ചെയ്യും ജിമാർട്ട്. ആ ജിമാർട്ടിൽ പോയി വാങ്ങിക്കാം. അപ്പോൾ ജിമാർട്ട് എന്ന് പറഞ്ഞാൽ എൽ ജിയുടെ എത്ര വർഷമായിട്ട് ഡീലറാണ് നോക്കും. എൽ ജി ഏത് കാലത്ത് നിന്ന് ഇന്ത്യയിൽ വന്ന് ലോഞ്ച് ചെയ്തു അന്നും മുതലുള്ള ഡീലറാണ് പോകുന്നത് ജിമാർട്ട്. സാംസങ് ഏത് കാലത്താണ് ഇന്ത്യയിൽ വന്ന് ലോഞ്ച് ചെയ്തത് അന്നും മുതൽ ഡീലറാണ് പോകുന്നത് ജിമാർട്ട്. പാനസോണിക്, അതേപോലെ സോണി, അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടാസ്, ഗോദ്രേജ്, വേൾപൂൾ, അല്ലെങ്കിൽ ഡൈക്കൻ, അല്ലെങ്കിൽ ഇനി ബ്രാൻഡ് പറയുകയാണെങ്കിൽ അത് പല ബ്രാൻഡുകളും ഇഷ്ടംപോലെ ബ്രാൻഡുകൾ പറയാൻ കുറേ IFB, ബോഷ്, സീമൻസ്, ഇതൊക്കെ പോകുന്നത് ജിമാർട്ട് തുടക്കം അന്ന് മുതൽ ഡീലർഷിപ്പ് ഇന്നും ഉണ്ട്. അതിൽ അവരുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡീലറാണ് ഗോപുനന്ദ് ജിമാർട്ട്. ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു കൗണ്ടറാണ് ഗോപുനന്ദ് ജിമാർട്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വൈഡ് പബ്ലിസിറ്റി, ഫസ്റ്റ് ഓഫ് ഓൾ വൈഡ് കളക്ഷൻ, വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്, ഏറ്റവും വില കുറവ്, ഓൺലൈനിനെ ബീറ്റ് ചെയ്യുന്ന പ്രൈസ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കസ്റ്റമർക്ക് എനി പ്രോബ്ലം, കസ്റ്റമറെ മിസ്റ്റേക്ക് കൊണ്ട് അത് ഡാമേജ് ആയി വന്നാലും ഗോപുനന്ദ് ജിമാർട്ട് അത് മാറ്റി കൊടുക്കും. ഞങ്ങൾ ആയിരക്കണക്കിന് പീസ് എടുക്കുമ്പോൾ ഒരു 10 പീസ് ഞങ്ങൾ തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ 100 പീസ് തിരിച്ചു വന്നാൽ ഞങ്ങളുടെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ഞങ്ങൾ മാറ്റി കൊടുക്കും. മറ്റുള്ളവരൊക്കെ പറയും അല്ലെങ്കിൽ കമ്പനി പോട്ടെ, അല്ലെങ്കിൽ കമ്പനി പിടിക്കട്ടെ. നമ്മളതൊന്നും നോക്കാറില്ല. കമ്പനിയോട് പറഞ്ഞ് അതിൻ്റെ ഒരു പെർമിഷൻ നമ്മൾ വാങ്ങിക്കും. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞു ഒരു വീട്ടിലിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ കുട്ടികളാണ് അത് പലതും പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം സാറിൻ്റെ 2 മക്കളും ഇൻ ടു ദ ബിസിനസ് ഉണ്ട് അല്ലേ? അർജുൻ നന്ദിലത്ത് ആൻഡ് ഐശ്വര്യ നന്ദിലത്ത്. അപ്പം പുതിയ ജനറേഷനിലെ ആളുകൾ എന്ന നിലയിൽ അവർ വന്നതിന് ശേഷം ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് ചേഞ്ചസ്. മക്കൾ വന്നതിന് ശേഷം അവരിപ്പോൾ മകനാണെങ്കിൽ ഇപ്പോൾ MBA ലണ്ടനിൽ കഴിഞ്ഞു വന്ന് ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. മകളാണെങ്കിലും BTech MBA കഴിഞ്ഞ് എൻ്റെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്ക് രണ്ടുപേരും ചെറുപ്പം നാളിൽ കണ്ടുവരുന്നതാണ് ഞാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അച്ഛൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ബിസിനസ് എങ്ങനെ ചെയ്യുന്നു കണ്ടുവളരാണ്. അപ്പോൾ അവരുടെ അടുത്ത് പഠിച്ച് ഇതെല്ലാം കഴിയുമ്പോൾ ചോദിച്ചു, മകളെ നിങ്ങൾക്ക് എന്താണ് താല്പര്യം? ഒരു തീർച്ചയായും പറഞ്ഞു, ഞങ്ങൾ അച്ഛൻ്റെ ബിസിനസ് നടത്താനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ എവിടെ പോകാനോ അല്ല താല്പര്യം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവരെ ഞാൻ രണ്ടുപേരും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ബിസിനസ്സിലേക്ക്. ഞാൻ എന്താണ് പാഠം പഠിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം, അതാണ് ഇവരോട് ഞാൻ പറഞ്ഞത്. ഞാൻ പഠിച്ച പാഠം ശരിയാണ്, അന്നത്തെ കാലത്ത് ആ രീതിയിലുള്ള ബിസിനസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റും. ഇന്നും ടെക്നോളജി മാറി. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ബിസിനസ്സിൻ്റെ ചേഞ്ചസ് വരണം, ഫേസ് ലിഫ്റ്റിംഗ് വരണം. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മകളാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പരസ്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും അവൾ തന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മകൾ തന്നെയാണ് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിച്ച് ഞങ്ങളുടെ ആഡ് ശ്രദ്ധിച്ചാണെന്നറിയാം. എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ട് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കമ്പനി പ്രൊഡക്റ്റിനെ കുറിച്ച് മകളാണ് പറയുന്നത്. മകളോട് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഇതാണ്, അവളെ നീ തന്നെ പറയണം. കാരണം ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവണം. ഓണർ തന്നെ, നന്ദിലത്തിൻ്റെ ഓണർ മകൾ തന്നെ ഈ കാര്യം പറയുന്നു, പ്രൊഡക്റ്റിനെ കുറിച്ചും ഫീച്ചേഴ്സിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും മകൾ തന്നെ പറയുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ ഡബിൾ വിശ്വാസമാണ്. നമ്മളൊരു ആഡ് ഏജൻസിനെ വെച്ചു അല്ലെങ്കിൽ വേറൊരാളെ വെച്ച് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് അത് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയും. പക്ഷെ ഒരു ഉപഭോക്താവിന് വേണ്ട ആവശ്യമുള്ള സാധനം അത് റീറ്റെയിൽ ചെയ്യുന്ന ആരാണോ അവർ കറക്റ്റ് പറയുമ്പോൾ അത് വലിയൊരു വിശ്വാസം. ആളുകളെയാണ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നു. മനുഷ്യനെ വിശ്വസിക്കുന്നു പറഞ്ഞ പോലെ കുട്ടി മകൾ പറയുന്ന കാര്യങ്ങൾ അവർ കഷ്ടംപതി വിശ്വസിച്ച് അതേ കാര്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ മകൾ അതിൻ്റെ കംപ്ലീറ്റ് അവൾ ഇൻസ്റ്റാഗ്രാം വഴി കംപ്ലീറ്റ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നല്ല കാര്യമായി അവൾ ഡെവലപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നി. അപ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ മകൾക്ക് കൊടുത്തു. മകൾ ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല സെയിൽസ് എൻ്റയർ കേരള മകൾ നോക്കുന്നുണ്ട്. മകനും രണ്ടുപേരും സെയിൽസ് നോക്കുന്നുണ്ട്. മകനാണെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ മകന് മൊബൈൽ ഡിവിഷൻ ഞാൻ ഫുൾ ചാർജ് കൊടുത്തു. മൊബൈൽ മൊബൈൽ ഞാൻ വളരെ കുറവാണ് ചെയ്തിരുന്നത്. മൊബൈലിൻ്റെ കംപ്ലീറ്റ് ഫുൾ ചാർജ് കൊടുത്തു. എൻ്റയർ കേരള മകനാണ് ഇപ്പോൾ നോക്കുന്നത്. മകൻ ഫുള്ളായിട്ട് എൻ്റയർ കേരള മൊബൈൽ ആൻഡ് ലാപ്ടോപ്സ് ആൻഡ് അക്സറീസ്. ഇപ്പോൾ 44 ഷോറൂംസ് 45 ഷോറൂംസായി നമുക്കിപ്പോൾ മൊബൈൽ ഡിവിഷൻ തന്നെ. അതൊരു 100 ഷോറൂം നമ്മളൊരു ടാർഗറ്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ മകനും മകളും കൂടി ഈ 2 കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം കൊണ്ട് എനിക്ക് വളരെ ഈസിയായി. പുതിയ തലമുറകളാണ് ഇനിയിപ്പോൾ എൻ്റെ കാലശേഷം അവർ കൊണ്ടു നടക്കും. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിനൊരു അനന്തരാവകാശി എന്ന് പറഞ്ഞാൽ 2 പേരും വന്നു. പലരും ബിസിനസ് ചെയ്ത് വലിയ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോക്കാൻ അടുത്ത തലമുറ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ കാലശേഷം എന്തായാലും ശരി എൻ്റെ മക്കൾ കൊണ്ടു നടക്കും. രണ്ടുപേരും ഭംഗിയായി കൊണ്ടു നടക്കുന്ന വിശ്വാസമുണ്ട്. അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവരും പഠിക്കുന്നുണ്ട്. അവർ പല ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ട്. പുറത്ത് ഇപ്പോൾ LG ആയാലും സാംസങ്ങിൻ്റെ ആയാലും സോണിയുടെ ആയാലും പല കമ്പനികളിലും ഞങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഫാക്ടറിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി പഠിച്ച് അവർ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി.
ഇപ്പോൾ പുതിയ ഷോറൂംസൊക്കെ ആ ലെവലിലാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ഭംഗിയായി രണ്ട് കൂട്ടരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നന്ദി മാർട്ട് അക്രോസ് കേരള. ഗോപു നന്ദിലത്ത് എന്ന ബിസിനസ്മാൻ ഈ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല എന്ന് വിചാരിച്ച ഒരു എത്തിക്സ് എന്താണ്? ജനങ്ങളുള്ള വിശ്വാസം. അതാണ് ജനങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അത് കറക്റ്റായിരിക്കണം. ഫസ്റ്റ് പ്രോംപ്റ്റായിരിക്കണം നമ്മൾ ബിസിനസ്സിൽ. നമ്മൾ ചെയ്യുന്ന കാര്യം എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യുന്ന കാര്യം ഇന്ന് ചെയ്ത് തീർക്കണം. അത് ഇപ്പോൾ ചെയ്യണം, ഇപ്പം നടക്കണം. അതൊരു പോളിസിയാണ്. എൻ്റെ സ്റ്റാഫുകളോട് ഞാൻ പറയും, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യം ഇന്ന് തീർത്ത് പോകണം. എത്തിക്സിലെ ഏറ്റവും കാര്യം ഇപ്പോൾ നമ്മളൊരു ആളോട് ഒരു വാക്ക് കൊടുത്തു, അത് നമ്മൾ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞു, അത് 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് ചെയ്താൽ കസ്റ്റമർ എന്ത് വിചാരിക്കും? അതൊരു നമ്മുടെ പോളിസി ശരിയല്ല. കസ്റ്റമറോട് നമ്മൾ കോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഇന്ന് ചെയ്യുന്ന കാര്യം ഇന്ന് ചെയ്ത് തീർക്കണം. അതാണ് നമ്മുടെ ഒരു പോളിസി. അല്ലാണ്ട് നാളേക്കാവട്ടെ മറ്റന്നാളേക്കാവട്ടെ അടുത്ത ആഴ്ച ആവട്ടെ ഒരിക്കലും പാടില്ല. സമയം ഒരിക്കലും നമ്മളെ കൈപ്പിടിച്ച് നിർത്തില്ല. സമയം പോയിക്കൊണ്ടേയിരിക്കും. നമ്മളാണ് ഫാസ്റ്റ് ആവേണ്ടത്. നമ്മളെങ്ങനെ ഫാസ്റ്റ് റണ്ണിങ് ആവണോ അതനുസരിച്ച് നമ്മുടെ ബിസിനസ്സും റണ്ണാവും. അതുകൊണ്ട് നമ്മളോട് ഇപ്പോൾ എപ്പോഴും തെറ്റിക്കാത്തൊരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന വിശ്വാസം അത് കസ്റ്റമർക്ക് പക്കയായിരിക്കണം. 100% ജെനുവാലിറ്റി ആയിരിക്കണം ആ കാര്യങ്ങൾ. അതൊരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഇപ്പം എന്ത് കാര്യം നമുക്ക് കഴിയാവുന്ന കാര്യങ്ങളിൽ നമ്മൾ അവരോട് വാഗ്ദാനം കൊടുക്കാൻ പാടുള്ളൂ, ആർക്കായാലും. അല്ലാത്ത കാര്യം നമുക്ക് ഇന്ന് നടക്കില്ല, അല്ലെങ്കിൽ നാളെ ആവുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ദിവസം ആവും. അത് നമുക്ക് അതേപോലെ കമ്പനിയിൽ പർച്ചേസ് ആണെങ്കിൽ ഇപ്പം ഞാൻ ഒരു കമ്പനി പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇത്ര കോടി പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര കോടി ഞാൻ പർച്ചേസ് ചെയ്തിരിക്കും. അതാണ് ഗോപനന്ദജി മാർട്ട്. അതേപോലെ ഒരു കസ്റ്റമർക്ക് സാധനം ഞാൻ റീപ്ലേസ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ ഒരു കസ്റ്റമറോട് പറയും നിങ്ങൾ പ്രൊഡക്റ്റ് ഇന്ന് ശരിയാക്കുന്നു, ഇന്ന് ശരിയാക്കിയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അത് കൃത്യനിഷ്ഠയോട് അന്ന് ചെയ്യണം. അതിനൊരു വലിയൊരു ഇതുണ്ട് എനിക്ക് എപ്പോഴും ആ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയില്ല ആരെടുത്ത്. ആ കാര്യം ചെയ്തിരിക്കണം. അതാണ് എൻ്റെ പോളിസി. കണക്കണ കാര്യങ്ങൾ ഞാൻ പറയും ഇന്ന് നടക്കും, ഓക്കെ ഇന്ന് ചെയ്തിരിക്കും. സ്റ്റാഫിനോടായാലും പറയും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യം ഇന്ന് ചെയ്തിരിക്കണം. ഇന്നിപ്പോൾ ലേറ്റായി, നാളെ ആവട്ടെ, സോറി, ഇന്ന് കസ്റ്റമർക്ക് അത് ഡെലിവറി കൊടുക്കണം. ഇന്നത് ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ കസ്റ്റമറെ വിളിച്ച് പറഞ്ഞു സാർ ഇന്നൊരു ചെറിയ കാരണം കൊണ്ട് വന്നില്ലെങ്കിൽ പറയണം. അല്ലെങ്കിൽ നമ്മൾ നീട്ടി കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ദീർഘദൃഷ്ടിയോടു കൂടിയും കറക്റ്റ് വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ നടക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ പല കാര്യങ്ങളുണ്ട്, എന്താ പറയുക, ജോലി തിരക്കിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മളത് ഓർത്തിരിക്കണം. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മൾ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റ് പ്രകാരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകും. പലരും മറക്കരുത്. അതിന് നമ്മൾ കറക്റ്റ് ഒരു നോട്ട് എഴുതി വയ്ക്കാം ചെറുതായിട്ട്. ഇന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തെ ഡേനായിട്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ അന്നന്നത്തെ കാര്യം അന്നന്ന് ചെയ്തു പോയാൽ നമുക്ക് ഒരു ബിസിനസ്മാനോ ഒരു ആൾക്കോ ഒരു പ്രയാസം ഉണ്ടാവില്ല. എവിടെയാണ് നമുക്ക് ടെൻഷൻ വരാം? എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് വലിച്ചു കൂട്ടി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട് ബിസിനസ്സിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കി ചെയ്യരുത്. ബിസിനസ്മാൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. മറക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ടെൻഷൻ പാടില്ല. എന്ത് കാര്യത്തിനും ടെൻഷൻ എടുക്കരുത്. വളരെ എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്ത് കാര്യം. അല്ലാണ്ട് നമ്മൾ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുക, നെഗറ്റീവ് ചിന്താഗതി പാടില്ല ഒരു ബിസിനസ്മാൻ. ഞാൻ പറയുകയാണെങ്കിൽ എനി ബിസിനസ്മാൻ പോസിറ്റീവായിരിക്കണം. എന്ത് കാര്യം നമ്മൾ പോസിറ്റീവായിരിക്കും. ഇപ്പോൾ ഇതാ ഭൂമി കുലുങ്ങാൻ പോകണമെന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവായിരിക്കും. അല്ല പറയണം, ഞാൻ അത് പറയാം, തമാശ പറയല്ല, അതുപോലെ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് വളരെ പോസിറ്റീവ് തിങ്കോട് കൂടി എടുക്കുക. നെഗറ്റീവ് പലതും ഉണ്ടാവും, അത് നമ്മൾ നോക്കരുത്, നെഗറ്റീവിനെ കുറിച്ച് പോകരുത്. എന്ത് കാര്യം പോസിറ്റീവ് തിങ്കിങ്ങിൽ എടുക്കുക. എല്ലാ കാര്യത്തിനോടും ഞാൻ പറയണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാര്യത്തിന് ഇറങ്ങുന്നു, അയ്യോ അത് ശരിയാവോ, അപ്പോൾ തന്നെ നമുക്ക് സംശയം, നമ്മളത് ശരിയാവും. അതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു വട്ടം ഒരു കൊച്ചുകുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? ആദ്യം നടക്കും, വീഴും, പിന്നെ വിടുക്കും, പിന്നെ പിടിച്ചു നിർക്കും, പിന്നെ വീഴും, പിന്നെ 2 കാലിൽ നടക്കും, പിന്നെ മെല്ലെ നടന്നു തുടങ്ങും, പിന്നെ അവൻ ഓടിത്തുടങ്ങും, പിന്നെ റണ്ണിങ് ആയും ഫാസ്റ്റ്. അതേപോലെ തന്നെയാണ് ബിസിനസ്. നമ്മൾ ചിലപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പല വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്ന് നമ്മൾ തട്ടിക്കുറഞ്ഞ് ഇരിക്കണം, വീണ്ടും ഉണരണം, വീണ്ടും ഓടണം, വീണ്ടും അങ്ങനെയല്ലേ എത്താൻ പറ്റില്ല. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കണ്ടു പഠിക്കരുത്, നമ്മളെ കണ്ടുപഠിക്കണം. മറ്റുള്ളവരെ കണ്ടുപഠിക്കാന്ന് വെച്ചാൽ അയ്യോ അവൻ എന്ത് ചെയ്യണം, അത് കോപ്പി ചെയ്യുക, അത് പാടില്ല. ഞാൻ എങ്ങനെയാണ് ഒരാളെയും ഞാൻ കോപ്പി ചെയ്യാൻ പോവില്ല. നമ്മൾ സ്വയം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ രീതിയിൽ കൊണ്ടു നടന്ന് മുന്നേറുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ കോപ്പി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ കോപ്പിയാൽ ഈസിയാണ്. നമ്മൾ സ്വയം അഡാപ്റ്റ് ചെയ്യണം കാര്യങ്ങൾ. നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഞാൻ ബിസിനസ്സിൽ പല കാര്യങ്ങളും പഠിച്ച കാര്യങ്ങൾ, നമ്മളൊക്കെ അന്നൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും ഇത്രയും വലിയ ബിസിനസ്സോ കാര്യങ്ങളോ പറഞ്ഞു തരാൻ ആരുമില്ല. ഇന്നൊക്കെ ഇഷ്ടംപോലെ ട്രെയിനേഴ്സായി അതായി 100 ഫെസിലിറ്റി കാര്യങ്ങളുണ്ട്. അപ്പം അന്ന് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീക്ഷണമുണ്ട്, നമുക്ക് ഇന്നേറണം, മുന്നേറണം, നേടണം, നമ്പർ ഉണ്ടാവണം.
നമ്പർ 2 അല്ല, നമ്മളെപ്പോഴും ഒരു ഓട്ടത്തിൽ മത്സരിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ തിരിഞ്ഞു നോക്കിയാൽ എന്തുണ്ടാവും? നമ്മൾ രണ്ടാമതും മൂന്നാമതാവും. നമ്മൾ അതെ. തിരിഞ്ഞു നോക്കരുത്, നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം. ബിസിനസ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ മരണം വരെ ബിസിനസ് ചെയ്യാൻ പറ്റണോ അത്രയും കാലം നല്ലതിൽ ഫാസ്റ്റായിട്ട് റൺ ചെയ്ത് നമ്പർ 1 ആയി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ ഒരു ആനപ്രേമിയാണല്ലേ? തീർച്ചയായും. ആന മാത്രമല്ല, എനിക്കൊരു ഫാമുണ്ട്. ഏറ്റവും നല്ല ക്ഷീര കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം എനിക്ക് കേരള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തൃശ്ശൂരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 10,000 ലിറ്റർ പാല് വരെ നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 800-700 ലിറ്ററൊക്കെ ആയി, കുറച്ച് കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ആനകളുണ്ട്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂർ ഭക്തനാണ്. അപ്പോൾ ഞാൻ 3 ആന ഗുരുവായൂർ നടയിരുത്തിയിട്ടുണ്ട്. ഇനി ഒരു ആനയും കൂടി എനിക്ക് ഗുരുവായൂർ നടയിരുത്തണം. അപ്പോൾ ആനഭക്തനും കൂടിയാണ്. ആനഭക്തൻ മാത്രമല്ല, മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. എല്ലാ മൃഗങ്ങളും, ആന മാത്രമല്ല, എല്ലാ മൃഗങ്ങളും, ഒരുവിധം മൃഗങ്ങളൊക്കെ ഞാൻ വളർത്താറുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ജീവിക്കുന്നതിനിടയിൽ നമ്മളും അവർക്കൊരു ഭക്ഷണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു 5 സ്റ്റാഫുകൾക്ക് എക്സ്ട്രാ ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്ന പോലെ കുറച്ച് ആനകളും കുറച്ച് പശുക്കൾക്കും എക്സ്ട്രാ ഭക്ഷണം കൊടുത്ത് എന്താ വരാൻ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ദൈവം തരുന്നതനുസരിച്ച് നമ്മൾ മൃഗങ്ങൾക്കും മറ്റുള്ള ജീവികൾക്കൊക്കെ ഭക്ഷണം കാര്യങ്ങളും കൊടുക്കുമ്പോൾ അതും നല്ല സന്തോഷത്തോടെ ഇരിക്കും. നമ്മുടെ ഈ ടെൻഷനിടയ്ക്ക് ആ മൃഗങ്ങളെ, ആനേനെയോ അല്ലെങ്കിൽ പശുക്കളെയോ മറ്റുള്ളവരെ പോയി കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര സന്തോഷമാവും. അതാണ് ഏറ്റവും വലുത്. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല ടെൻഷനും ഉണ്ടാവും. ഈ ടെൻഷൻ മാറാൻ എന്താ ചെയ്യുക? കുറേ പേര് ടി വി കാണും, അല്ലെങ്കിൽ കുറേ മ്യൂസിക് കേൾക്കും, കുറേ പേര് മൃഗങ്ങളെ കാണും, ചിലപ്പോൾ കടൽ കാണാൻ പോണവരില്ലേ, ടൂറ് പോകുന്നവരില്ലേ. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ബിസിനസ് ജീവിതത്തിനിടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രഷ് ആവും. പിന്നെ നമ്മളോട് എനിക്ക് എടുത്തു പറയാൻ എല്ലാവരോടുള്ളത്, നിങ്ങൾക്ക് എന്ത് ടെൻഷനോ എന്തോ പ്രശ്നങ്ങളോ എന്തും ഉണ്ടെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ ചിരിച്ച മുഖത്തോടു കൂടി കയറി ചെല്ലും. വീടിൻ്റെ പടി അങ്ങോട്ട് കടക്കുമ്പോൾ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് മറക്കണം. മറന്ന് നമ്മൾ പുതിയൊരു ആളായി ചെല്ലണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളായി, വൈഫായി, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരൊക്കെ ആയി സംസാരിച്ച് വളരെ ഫ്രീ ആവണം. നമ്മൾ ബിസിനസ്സിൽ പല പ്രശ്നങ്ങളുണ്ട്. ബിസിനസ്മാനെ സംബന്ധിച്ച് പല ഇഷ്യൂ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ച് മാറും. അതേപോലെ തന്നെ ഷോപ്പിൽ വരുമ്പോഴും വീട്ടിൽ പല ഇഷ്യൂസും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഷോപ്പിൽ വരുമ്പോൾ, പിറ്റേ ദിവസം വരുമ്പോൾ നമ്മൾ ഷോപ്പിൽ വീട്ടിലെ ടെൻഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ ടെൻഷൻ വെച്ചിട്ടോ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഷോപ്പിൽ വരുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് എല്ലാവരോടും വളരെ ചിരിച്ചും കളിച്ചും അവരൊരു ആളായി നിൽക്കുമ്പോൾ അവരും ഹാപ്പി ആയിരിക്കും. അപ്പം ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറയാറുണ്ട്, നിങ്ങളുടെ വീടുകളിലൊക്കെ പല പ്രശ്നങ്ങളും പല ഇഷ്യൂസും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻസ് ആയിട്ട് പല ഇഷ്യൂസും ഉണ്ടാവും. ഷോപ്പിൽ കയറി വരുമ്പോൾ ഇതൊക്കെ മറക്കണം. ഒരു ബിസിനസ്മാനെ ഏറ്റവും നല്ല ശക്തിയാണ് മറവി. മറവി എന്ന് വെച്ചാൽ വെറും മറവിയല്ല പറയുന്നത്, മറന്നിട്ട് റീഫ്രഷ് ചെയ്യാം. നമ്മുടെ ബ്രെയിൻ എപ്പോഴും റീഫ്രഷ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ ഒരു കാര്യം സംഭവിച്ചു, വലിയൊരു ലോസ് വന്നു, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ എന്താ പറയുക, കുറേ ബിസിനസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്, ഇതിനെക്കുറിച്ച് ആലോചിച്ച് നാളത്തെ ദിവസം ഇരുന്ന് മറ്റന്നാൾ ദിവസം മുഴുവൻ ഇങ്ങനെ ആലോചിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതും മറക്കണം. അത് അതിൻ്റെ വഴിക്ക് പൊക്കോളും. നമ്മൾ ഇതിൻ്റെ വഴിക്ക് വേറെ തുടരണം. നമ്മൾ എന്താ പറയുക, കൂടുതൽ നമ്മൾ ഫാസ്റ്റായിട്ട് റൺ ചെയ്താൽ മാത്രമേ ബിസിനസ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു ബിസിനസ്മാനും നിർത്താണ്ട് എഞ്ചിനിങ്ങനെ റൺ ചെയ്യുന്ന പോലെ റൺ ചെയ്താൽ മാത്രമേ അവന് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഓവർടേക്ക് ചെയ്യും. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് വളർത്തുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോമ്പറ്റീഷൻ, റിലയൻസ്, ക്രോമ, മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ വന്നു കഴിഞ്ഞു. വേറെയും പല ഗ്രൂപ്പുകൾ വന്നു. എന്തുകൊണ്ട് പോകുമ്പോൾ അത് ജിമാർട്ട് ഇപ്പോഴും നമ്പർ 1 ആയി നിൽക്കുന്നു. ഞങ്ങൾ അതുപോലെ മാർക്കറ്റിൽ നമ്മൾ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ചേഞ്ചസ് കൊണ്ടുവരികയാണ്. അതേപോലെ എന്താണ് ഉപഭോക്താവിന് ആവശ്യം, ആ ചേഞ്ച് മനസ്സിലാക്കിക്കൊണ്ട് ചേഞ്ച് ചെയ്യണം. അതേപോലെ സ്റ്റാഫിനോടും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെൻഷൻ മറന്നു വീട്ടിൽ വരുമ്പോൾ നമ്മൾ മൃഗങ്ങളാണോ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ടെൻഷൻ മാറും, ഒരു പുതിയൊരാളായി ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇതായിരുന്നു ഞാനിപ്പോൾ ലാസ്റ്റ് ചോദിക്കാൻ വെച്ചൊരു ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും മാനേജ് ചെയ്തത്? തീർച്ചയായും രണ്ടും നമുക്ക് മാനേജ് ചെയ്യാം. നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് മാനാന്ന് പറഞ്ഞിട്ട് ഏത് നേരം ടെൻഷൻ നടക്കാൻ പാടില്ല. ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതേപോലെ ടെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നുകൊണ്ട് അത് കാണിക്കാനും പാടില്ല. എസ്പെഷ്യലി സാറിന്റെ മക്കളും കൂടെ ഇൻടു ഈ ഒരു പ്രൊഫഷൻ, ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ കുറച്ചൊരു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് അവിടെ ഒരു മിംഗ്ലിംഗ്, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ ഇല്ല. കുട്ടികളോട് ഞാൻ പറഞ്ഞു, ബിസിനസ്സിന് വരുമ്പോൾ, ബിസിനസ്സിൽ ഷോപ്പിൽ ഓഫീസിൽ വരുമ്പോൾ ടോട്ടലി ഡിഫറൻസ് ആണ്. അവർ സ്റ്റാഫായിട്ട് തന്നെ വർക്ക് ചെയ്യണം. അല്ല, അച്ഛൻ മകൻ എന്നുള്ള റിലേഷൻ ഉണ്ടെങ്കിലും, അല്ലെ മകൾ എന്ന റിലേഷൻ, അവർ ഓഫീസ് കാര്യമായിട്ട് വർക്ക് ചെയ്യണം. അത് സ്ട്രിക്റ്റ് ആണ് കാര്യത്തിൽ. കാരണം വെച്ചാൽ അച്ഛൻ മകളോട് കൂടുതൽ അടുപ്പാൽ മകനോട് കൂടുതൽ അടുപ്പം അത് പാടില്ല. എല്ലാവരും തുല്യമായിട്ട് വർക്ക് ചെയ്യുക. എല്ലാ സ്റ്റാഫിനെ പോലെ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. വീട്ടിൽ വരുമ്പോൾ മകളും മകനായിട്ടും അച്ഛനും കൂടെ ഒരുമിച്ച് ജീവിക്കും. അതിലൊന്നും ഒരു ഇതില്ല. പക്ഷെ ഓഫീസിൽ അവർ സെപ്പറേറ്റ്, എന്നാലേ അവർക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പം മക്കളോട് ഞാൻ വളരാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നാളെ അവർ നോക്കുന്ന സ്ഥാപനം അവർ കൊണ്ടു നടക്കണം.
അല്ലെങ്കിൽ അവർ ഉഴപ്പായി കഴിഞ്ഞാൽ എന്തും കൊണ്ട് നടക്കാൻ പറ്റുമോ? പറ്റില്ല. ഉം. അപ്പോൾ അവർ എന്നേക്കാളും സ്മാർട്ടായി കാണണം. ഞാൻ എങ്ങനെ സ്മാർട്ടായി ബിസിനസ് ഈ ലെവലിൽ നമ്പർ 1 ആയി സൗത്ത് ഇന്ത്യ പിടിച്ച് നിൽക്കണു, അതിനേക്കാളും ഉപരി അവർ ഓൾ ഇന്ത്യ നമ്പർ 1 ആയി വരണം. അതാണ് എൻ്റെ ആഗ്രഹം. Thanks for watching. Don't forget to like, share, and subscribe for more insightful comparisons and business tips.